ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് സൗണ്ട് ക്ലാരിറ്റി ഇല്ലായിരുന്നു, സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. കുറേ മാസം എന്ന് പറയുമ്പോൾ ഒരു 3 മാസം കാലയളവ് കാണും. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് റീൽസ് വീഡിയോ ഒക്കെയാണ് ഞാൻ കൂടുതലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഞാൻ റീൽസ് വീഡിയോയും ഇതുപോലത്തെ വീഡിയോയും യൂട്യൂബിൽ ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. പിന്നെ 3 മാസ കാലയളവിൽ ഇതേപോലത്തെ വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത് ഓരോ തിരക്കുകൾ കാരണം സമയം കിട്ടുന്നില്ല. ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിൽ ചെല്ലപ്പം തന്നെ ഒരു നേരമാവും. പിന്നെ കുളിച്ച് ഫ്രഷായി ഇപ്പോഴത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് 3 മാസം കാലയളവിൽ ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. ഞാൻ അവസാനം ചെയ്തത് ദിലീപിൻ്റെ ബബ്ബബ്ബ സിനിമയിലെ റിവ്യൂ ആട് കണ്ട്, പക്ഷെ എനിക്കതിൻ്റെ റിവ്യൂ പറയാൻ പറ്റിയില്ല. ഇനി നിവിൻ പോളിയുടെ പ്രതിച്ഛായ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഒരാഗ്രഹം. നടക്കോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നാലും എൻ്റെ പരമാവധി ഞാൻ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് മുമ്പിൽ റിവ്യൂ പറയുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട്? കുറേ നാളായി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട്. പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. അപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഈ യുദ്ധം കാരണം ഗ്യാസ് പോലും കിട്ടാത്ത അവസ്ഥയായി. നല്ല നല്ല ഫുഡ് കഴിക്കണ ഹോട്ടൽ വരെ ഇപ്പം അടച്ചു പൂട്ടി കിടക്കണ അവസ്ഥയാണ്. ഹോട്ടലുകൾ പോട്ടെ, വീട്ടുകളിൽ നല്ല നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഗ്യാസ് വേണം. എത്രയെന്നും പറയാണ് അടുപ്പിൽ തീ കത്തിക്കണത്. എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ലോക്ക്ഡൗൺ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. എന്തായാലും എൻ്റെ കുടുംബമായ നിങ്ങൾ സേഫായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണാം.